ഹായ് ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഇന്ന് വയനാട്ടിലുള്ളൊരു പ്ലാന്റ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണിത്. അവിടെ എന്താ പറയുക, പൂക്കളും പൂച്ചെടികളും ഇലച്ചെടികളൊക്കെ ഒരു ലോഡാണ് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. ഇത് ഞങ്ങൾ വയനാട്ടിൽ പോയപ്പോൾ ചെടി മേടിക്കാൻ വേണ്ടി കയറിയത്. അപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് എടുത്ത വീഡിയോ ആണ്. എന്താ പറയുക, ഒരുപാട് വെറൈറ്റി ചെടികളും അതുപോലെ ഇലച്ചെടികളും പൂച്ചെടികളും അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റോട്ടിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പം ഇങ്ങനെ കാണുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് പോയിട്ടുള്ളതല്ല ഞാൻ കാണിച്ചു തരാം. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. എല്ലാം കണ്ട, ഇതാണ് ഇതിൻ്റെ പേര്, പ്ലാന്റ് പാർക്ക് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഇത് വന്നിട്ട് നമ്മൾ കോഴിക്കോട് ചുരം കയറില്ലേ, ചുരം കയറിക്കഴിഞ്ഞ് ഫസ്റ്റ് റൈറ്റ് സൈഡിൽ, ഇപ്പോൾ നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നവരാണെങ്കിൽ ചുരം കഴിഞ്ഞ് കയറുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഈ ചെടിയുടെ ഈ ഷോപ്പ് വരുന്നത് കേട്ടോ. അതേപോലെ നമ്മൾ വയനാട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണെങ്കിൽ ലാസ്റ്റ് വരുന്ന ഒരു ഷോപ്പാണിത്. എന്നുവെച്ചാൽ വയനാട്ടിൽ ഇത്രയും വലിയ ഷോപ്പ് ഇത് മാത്രമേ തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റ്. നമ്മൾ കണ്ടത് ഇതാണ്. ഈ ചെടികളൊക്കെ നോക്കി, പൂവൊക്കെ നോക്കി, എന്ത് രസമല്ലേ. ഒരു പ്രത്യേക ഭംഗിയായിട്ടാണ് കാണാൻ. കുറേ ഉണ്ട് കേട്ടോ, ഇഷ്ടംമാതിരി ഉണ്ട്. പിന്നെ ഈ ചെടികളുടെ ഒക്കെ തന്നെ ബാക്ക്ഗ്രൗണ്ട് അതിനേക്കാൾ അടിപൊളി കേട്ടോ. ഷോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയും അങ്ങനെയെല്ലാം തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഷോപ്പിൻ്റെ ഒരു ഇത് വരുന്നത്. അതും കാണാൻ അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ചെടികളുടെ വ്യൂ ആയാലും ഒരു രക്ഷയില്ല. പക്ഷെ നമ്മൾ ആ ചെടിക്കടയിൽ നിന്നിട്ട് നമ്മൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച അതിനേക്കാൾ സൂപ്പറാട്ടോ. ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾ നോക്കി മലയും ഫുള്ള് പച്ചപ്പും അതിൻ്റെ ഉള്ളിൽ കുറേ തേയിലത്തോട്ടങ്ങൾ അങ്ങനെയൊക്കെ കാണാൻ പറ്റും നമുക്ക്. നല്ല അടിപൊളി കാഴ്ച എന്ന് വെച്ചാൽ അടിപൊളി കാഴ്ചയാണ്. ഞങ്ങളിങ്ങനെ അവിടെ കട ഫുള്ളിങ്ങനെ നടന്ന് ചെടികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അച്ഛനും അമ്മക്ക് അവിടെ നടന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഓരോ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കുക. പക്ഷെ എനിക്ക് ഈ ഷോപ്പിൻ്റെ ഫുള്ളായിട്ട് പോയി എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ. ഇലച്ചെടികളൊക്കെ ഇഷ്ടം മാതിരി നോക്കിയാൽ വ്യൂ നോക്ക്, മലയും ആ കാണുന്നതൊക്കെ തേയിലത്തോട്ടങ്ങളാണ്. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ അങ്ങനെ കാണുന്ന പോലെയല്ല, ശരിക്കും നിങ്ങൾ അവിടെ പോയി കാണണം. അത്ര ഭംഗിയായിട്ടാണ്. അമ്മയും അച്ഛനും കൂടി ചെടികളൊക്കെ നോക്കുകയാണ്. ഞങ്ങൾ എന്നിട്ട് ഇങ്ങനത്തെ കുറേ ചെടികളൊക്കെ മേടിച്ചു കേട്ടോ. അധികം റേറ്റൊന്നുമില്ല. നമുക്ക് നല്ല നമ്മുടെ നാട്ടിൽ ഞങ്ങൾ തൃശ്ശൂരുകാരാണ്, പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടണേക്കാളും ഭയങ്കര റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ ചെടികൾ എടുക്കുന്ന സ്ഥലം ഇതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും റേറ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ഊഹിച്ചാൽ പോരെ. കണ്ട നോക്കി ഒരു ലോഡ് ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ഇങ്ങനെയൊക്കെയോ ഫോൺ കൊണ്ട് നടന്ന് എന്തൊക്കെയോ വീഡിയോ എടുത്ത് കിട്ടിയിട്ടുണ്ട്. എത്രത്തോളം അത് ഭംഗിയായിരുന്നൊന്നും അറിയില്ല. നല്ല വെയിലും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ എന്നെക്കൊണ്ട് പറ്റണ പോലെയൊക്കെ ഇങ്ങനെ ഞാൻ നിർന്ന് എടുക്കാമായിരുന്നു. നല്ല ഒരു എന്താ പറയുക, കുറേ നേരം ഞാൻ ഇതൊക്കെ ഇങ്ങനെ വെറുതെ കണ്ട് നടന്നു. പിന്നെയാണ് ഞാൻ ആലോചിച്ച് വീഡിയോ എടുത്താലോ എന്ന്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ്. അങ്ങനെ കുറേ ഉണ്ട്, കുറേ വെറൈറ്റി ചെടികളും സംഭവങ്ങളൊക്കെ കണ്ടു കേട്ടോ അവിടെ ചെന്നിട്ട്. കൊള്ളാം. നമ്മുടെ നാട്ടിൽ കാണാത്ത കുറേ ചെടികളും കാര്യങ്ങളൊക്കെ കണ്ടു. ആദ്യമായിട്ട് കണ്ട കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ മുളകൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇഷ്ടംമാതിരി, ഒരു രക്ഷയില്ല. കുറേ എനിക്ക് ചെടികളുടെ പേരൊന്നും അറിയില്ല, കുറേ ഉണ്ട്. തോക്ക് ഇതൊക്കെ എന്ത് ഭംഗിയാണെന്നറിയോ. ഇതൊക്കെ അകത്തുള്ളതാണ്. പുറത്ത് ഇതിൻ്റെയൊക്കെ വേറെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതായി വയലറ്റ് പൂട്ടിക്കുന്ന ചെടി, ഇതൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. പേരെനിക്ക് കറക്റ്റ് അറിയില്ല. ഇതൊക്കെ ഫുള്ളും മുളകാണ് കേട്ടോ. പിന്നെ കുറേയൊക്കെ വീഡിയോ എടുത്തപ്പോൾ തന്നെ ഇത്തിരി സ്പീഡിൽ പോയിട്ടുണ്ട്. ഒന്നും കൂടി സ്ലോവിൽ പോകണമായിരുന്നു. ഇനി ഞങ്ങൾ വയനാട് പോകുമ്പോൾ ഞാൻ നല്ല സ്ലോ ആയിട്ട് എടുക്കാം കേട്ടോ. ഇത് ആദ്യമായിട്ട് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെന്തോ ഒരു പ്രത്യേക തരം ചെടി, കുഞ്ഞു നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് മോഡൽ, പക്ഷെ ഒറിജിനലാണ്. അങ്ങനത്തെ ഇത് കണ്ട, നമ്മുടെ ഈ 10 മണിയുടെ ഇലയൊക്കെ ഇല്ലേ, അതേ ടൈപ്പ്. പൂവില്ല, ഒരു ഇലച്ചെടിയാണത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ.
പിന്നെ കുറേ പൂച്ചെടികൾ, ഇത് നമ്മുടെ നാട്ടിലൊക്കെ എല്ലായിടവും ഉള്ള ചെടികൾ, പേരെനിക്കറിയില്ല. പിന്നെ ഇതൊക്കെ നോർമലി നമ്മൾ കണ്ടിട്ടുള്ള ചെടികളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട്, ഇഷ്ടംമാതിരി കളക്ഷൻസാണ്. എനിക്ക് പിന്നെ അവസാനം ഏതാ എടുക്കേണ്ടതെന്നുള്ളൊരു ഭയങ്കര ഡൗട്ടായിരുന്നു. അങ്ങോട്ട് തിരിയോ ഇങ്ങോട്ട് തിരിയോ എന്ന് പറയാണ്ട് അവിടേക്ക് ഇവിടേക്ക് ഒക്കെ ഇങ്ങനെ നടക്കണ്ടായിരുന്നു ഞാൻ. ഇതൊക്കെ ഫുള്ളും മുളകാണ്, വയലറ്റ് മുളകില്ലേ നമ്മുടെ, അതാണ് ആയിരിക്കണം. അതിൻ്റെ താഴെ നമ്മുടെ നാട്ടിലെ നല്ല വെറൈറ്റി ചെമ്പരത്തി, ഇഷ്ടംമാതിരി വെറൈറ്റി ചെമ്പരത്തി, നല്ലോണം ജമന്തികളൊക്കെ ഉണ്ട്. ഇത് പിന്നെ ഇതായിരിക്കണം ഒരു വെറൈറ്റി പൂവാട്ടോ, നല്ല രസമുണ്ട്. കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അവിടെ. പിന്നെ ഈ എന്താ പറയുക, ഈ പ്ലാൻ പാർക്കിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ കരിന്തണ്ടനില്ലേ, കരിന്തണ്ടൻ്റെ ആ മരം ഉണ്ടല്ലോ, ചങ്ങല വലുതൊക്കെ ഉണ്ട്, ആ മരം ഇതിനടുത്താണ്. ഇതൊക്കെ ഇതൊരു പ്രത്യേക ചെടിയില്ലേ, ഇതൊക്കെ നല്ല രസമുണ്ട്. ഞാൻ ഈ ചെടിയൊക്കെ ആദ്യമായിട്ടാണ് കണ്ടേട്ടോ, അവിടെ ചെന്നിട്ടാണ് ഇതൊക്കെ കണ്ടത്. ഇതിന് മുന്നേ ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ ഓൾറെഡി നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കാണാത്ത കുറേ ഐറ്റംസ് അവിടെ ചെന്നിട്ടുണ്ട്. ഇതാ സൈഡിൽ വേറൊരുണ്ട്, ഇപ്പോൾ കാണിച്ചു തരാം. ഒരു നെടുമുല്ല എന്ന് പറഞ്ഞിട്ടൊരു ചെടി, അത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. നെടുമുല്ല അങ്ങനെയാണ് അതിൻ്റെ പേര് പറഞ്ഞത്. ഇതാ കടയിലെ ചേട്ടന്മാരാട്ടോ, സ്റ്റാഫാണ്. അങ്ങനെ നല്ല ഇതൊരു വെറൈറ്റി ചെടിയാണ്. പെട്ടെന്ന് നല്ല എന്താ പറയുക, നമുക്കിങ്ങനെ ചെടിച്ചട്ടിയിലും വയ്ക്കാം, അല്ലാണ്ടും വയ്ക്കാൻ പറ്റുന്നൊരു തരം ചെടിയാണ്. ഇതാണ് നെടുമുല്ല എന്നാണ് ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ കൊലയായിട്ട് ഇങ്ങനെ കിടക്കും. ഇതൊന്നും കൂടി ഇങ്ങനെ മൂപ്പായി കഴിഞ്ഞാൽ ഇത്രയും കൂടി ബ്രൗൺ കളറാവും ഉണ്ടാവും, അതേപോലെ കളർ ചേഞ്ച് ആവും എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങളിപ്പോൾ ഈ വീഡിയോ, ഞങ്ങൾ വയനാട് പോയിട്ട് ഇപ്പോൾ 2 മാസമായി. വീഡിയോ എടുത്ത് വെച്ചിട്ട് മാസം 2ആയി. ഇതുവരെ അപ്ലോഡ് ചെയ്തൊന്നുമില്ല. എല്ലാ ദിവസവും വിചാരിക്കും ചെയ്യപ്പെടും, പിന്നെ ഇങ്ങനെ അവിടെ ഇരിക്കും. പിന്നെ അങ്ങനെ വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എന്താണ് വീഡിയോ പറയുക, എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതൊരു മടി ഇങ്ങനെയൊക്കെ കണ്ട്. നല്ല ഭംഗിയില്ലേ പൂ കാണാൻ. നമുക്ക് കൊല വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു പൂക്കൾ ഇങ്ങനെ ഇരിക്കും. ഇത് മൂത്ത് കഴിഞ്ഞാൽ ഇതുമ്പോൾ ഒരു തരം കായകളാണ് ഉണ്ടാവുക. അങ്ങനെ ഒരു നല്ല പിങ്ക് കളറ്, ഡാർക്ക് കളറായിക്കൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കണ്ടത്, നെടുമുല്ല അങ്ങനെ ഒരു പൂ കണ്ടു ആദ്യമായിട്ട്. പിന്നെ എന്തൊക്കെ വന്നാലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മലയും അതേപോലെ തേയിലത്തോട്ടവും. അത് നമുക്ക് ഫോണിൽ എത്രത്തോളം വ്യൂ ക്ലിയർ ആണെന്നറിയില്ല, അത് നേരിട്ട് കാണുന്ന ഭംഗി ഒരു പ്രത്യേക രസമാണ്. ഫോണിലത് അത്രയും ഒരു സെറ്റല്ലാന്ന് തോന്നുന്നുണ്ട്. ഇത് നോക്ക്, അടുത്ത സെക്ഷൻ ഒരുപാടുണ്ട്. എല്ലാത്തിൻ്റെ ഒരു ലോഡാണ് അവിടെ. ഒരു ലോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഡാണ്. നമ്മൾ ചെല്ലുന്നു കഴിഞ്ഞാൽ എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാവും, അത്ര അധികമുണ്ട്. ഞങ്ങൾ എന്നിട്ട് കുറച്ച് ചെടിയൊക്കെ മേടിച്ച്, പിന്നെ വണ്ടിയിൽ ചെടിയൊക്കെ സ്ഥലം ഇല്ലാതായപ്പോൾ ചെടി എടുക്കൽ നിർത്തി. അത്രയും ചെടി ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടോ നോക്കി, എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക രസം. അതിൻ്റെ കളറൊക്കെ നോക്ക്, എന്ത് ഭംഗിയാലേ, ഒരു രക്ഷയില്ലാത്ത കളറ്, യെല്ലോ. എന്താ നല്ല ഭംഗിയില്ലേ കാണാൻ. കുറേ ഉണ്ട് കേട്ടോ, എന്താ പറയുക, ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഒരു ലോഡാ. ഓരോരോ ആൾക്കാർ അവിടെ നിന്നാണ് ചെടികൾ വന്നെടുക്കണേന്നാണ് അവർ പറഞ്ഞത്. അപ്പം അതിനനുസരിച്ച് കളക്ഷനും കാണുമല്ലോ. കണ്ടോ എത്ര അധികം ഉണ്ട്. നമുക്ക് വേറെ ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് പക്ഷേ ഞാൻ അല്ലാണ്ട് കണ്ടിട്ടുണ്ട് കേട്ടോ, പേരറിയില്ല. പിന്നെ പലതരം റോസ്, അത് പിന്നെ ഇത് ഇങ്ങനത്തെ കുറേ ഭംഗിയുള്ള ഇങ്ങനത്തെ ചെടികൾ ഞങ്ങൾ മേടിച്ചത്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇത് സീസൺ ചെടിയാണെന്ന് പറഞ്ഞത്, ഓരോ സീസണിൽ മാത്രം. പിന്നെ ആ ഒരു സീസൺ കഴിഞ്ഞ് ആളുടെ കാര്യം കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞത്.
ഒന്ന് നോക്കുമ്പോൾ സീസൺ ചെടികൾ മേടിച്ചൊക്കെ ഏറ്റവും നല്ല കാര്യം. അതാകുമ്പോൾ ആ ഒരു സീസണിൽ കുറേ ഇങ്ങനെ കട്ടിക്ക് വെച്ചിട്ട് നല്ല ഭംഗിയായിരിക്കില്ല, നല്ല രസമുണ്ട്. ഞാൻ ഇങ്ങനെ നടന്ന് വന്നിട്ട് വീഡിയോ എടുക്കായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ നടന്ന് കാല് കഴിച്ചപ്പോൾ തിരിച്ച് അത്ര അധികം ഉണ്ട്. എന്താ പറയുക, വലിയൊരു സ്ഥലം കേട്ടോ, എത്രയോ ഏക്കർ ഉണ്ട് ഈ ഒരു പ്ലാൻ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ്. ആ ഏക്കർ ഫുള്ളേക്ക് നടക്കാൻ പറ്റില്ല. എനിക്ക് ഓൾറെഡി കാലിൽ ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട്, എന്താ പറയുക, കാലിൻ്റെ ചെറിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നുണ്ട്. ഓവറായിട്ട് നടക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കുറച്ചൊരു ഏരിയ പോയിട്ട് പിന്നെ റിട്ടേൺ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും അതെനിക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്നാലും എന്താ പറയുക, ഒമ്മാതിരി കളക്ഷന്, നല്ല എത്രയോ ഏക്കറാണ് ആ ഒരു ഷോപ്പ് നിൽക്കുന്നത്. എപ്പോഴെങ്കിലും വയനാടൊക്കെ പോകുമ്പോൾ ഇത് തന്നെ അത്തിപ്പഴമാണ്. ഞാൻ ആദ്യമായിട്ട് കണ്ടത് അത്തിപ്പഴം. ഇങ്ങനെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് ഫസ്റ്റ് ടൈമാട്ടോ ഇത് കണ്ടത്. ഇത് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അവിടെ കണ്ടതാണ്, വയനാട്ടിൽ. എന്തുമാതിരി അത്തിപ്പഴം, ഞാൻ എന്താ പറയുക, ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് ടൈമത്തെ കാഴ്ചകൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിൻ്റെ എപ്പോഴെങ്കിലുമൊക്കെ വയനാടൊക്കെ പോകുമ്പോൾ ആ ചെടിക്കടയിലൊക്കെ ഒന്ന് കയറി, ആ ഷോപ്പിലൊക്കെ കയറി ഒന്ന് നോക്കാൻ ശ്രമിക്കണേ. സാധനങ്ങൾ ചെടികളൊക്കെ ഒന്ന് വാങ്ങിക്കാൻ നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.